നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ അശോകപുരം കാർമൽ ജംഗ്ഷനിൽ 6 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അമിത വേഗതയിലെത്തിയ മിനി ലോറിയാണ് അപകടത്തിന് തുടക്കമിട്ടത്. ചേരാനെല്ലൂർ തട്ടാമ്പടിയിൽ ദേശീയപാതയ്ക്ക് കിഴക്കുവശത്തായി തണ്ണീർത്തടം നികത്തിയെടുക്കാൻ ഭൂമാഫിയയുടെ ശ്രമം. ചിറ്റൂരിൽ അനധികൃത മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പഞ്ചായത്തിന്റെയോ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെയോ അനുമതിയില്ലാതെയാണ് ടവർ നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ആലുവയിലെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആലുവ അശോകപുരം കാർമൽ ജംഗ്ഷനിൽ 6 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അമിത വേഗത്തിൽ പാഞ്ഞ മിനി ലോറിയാണ് അപകട പരമ്പര സൃഷ്ടിച്ചത്. ആലുവ കാർമൽ ആശുപത്രിക്ക് മുമ്പിലാണ് പെരുമ്പാവൂർ ഭാഗത്തു നിന്നും അശ്രദ്ധയോടെ അമിത വേഗത്തിൽ എത്തിയ മിനി ലോറി പാസഞ്ചർ ഓട്ടോറിക്ഷയിൽ ആദ്യം ഇടിച്ചത്. തുടർന്ന് 2 കാറുകളിലും 2 ഇരുചക്ര വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പാടെ തകർന്നു. ഓട്ടോ ഡ്രൈവർ അമ്പാട്ടുകാവ് സ്വദേശിയായ ഷാജി, യാത്രക്കാരൻ പൂക്കാട്ടുപടി സ്വദേശി പൗലോസ്, ഇരുചക്ര വാഹന യാത്രികരായ എളമക്കര കോളനിപ്പടി സുധീഷ്, അമ്മ കാർത്തിയായനി, സുധീഷിന്റെ 9 മാസം പ്രായമായ കുഞ്ഞ് എന്നിവരെ പരിക്കുകളോടെ കാർമൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിനി ലോറി ഡ്രൈവർ അപകടം നടന്ന ഉടനെ ഓടി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിൽ വലിയ വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃക്രമീകരിച്ചത്. ആലുവ മൂന്നാർ റോഡിലെ തിരക്കേറിയ പ്രധാന കവലയായ കാർമൽ ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കുവാൻ പോലീസിനെ നിയോഗിക്കണമെന്ന് നാട്ടുകാർ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേരാനെല്ലൂർ തട്ടാമ്പടിക്ക് സമീപം ദേശീയപാത 17 നിന്ന് 100 മീറ്റർ കിഴക്ക് മാറി പുഴയോട് ചേർന്നുള്ള 2 ഏക്കറോളം വരുന്ന തണ്ണീർത്തടം ഭൂമാഫിയ ചെമ്മണ്ണ് ഉപയോഗിച്ച് നികത്തി വരുന്നതായി നാട്ടുകാരുടെ പരാതി. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപരിധിയിൽ വരുന്ന ഈ പ്രദേശം മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നികത്തിയെടുക്കുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. നികത്തലിനെതിരെ രാഷ്ട്രീയ യുവജന സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും സതുദ്ദേശപരമായ സമീപനമല്ല ഇവർക്കുള്ളതെന്ന് നാട്ടുകാർ അടക്കം പറയുന്നു. നികത്തലിനെതിരെ എറണാകുളം ജില്ലാ കളക്ടർക്കും ലാൻഡ് റവന്യൂ കമ്മീഷനിലും പരാതി നൽകുവാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ചിറ്റൂർ പള്ളിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്ത്. പഞ്ചായത്തിന്റെയോ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെയോ അനുമതിയില്ലാതെയാണ് ടവർ സ്ഥാപിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് വാച്ച് എന്ന സംഘടനയും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ജനസാന്ദ്രത മേഖലയിൽ ശക്തമായ റേഡിയേഷൻ തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ടവറിന്റെ നിർമ്മാണം പുനരാരംഭിച്ചാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ചിറ്റൂർ പള്ളിക്ക് സമീപമായിട്ട് സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ അനധികൃതമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ യാതൊരു അനുമതിയുമില്ലാതെ അനധികൃതമായി നടത്തുന്ന ഈ ടവർ നിർമ്മാണം യാതൊരു വിധത്തിലും സാധാരണക്കാരായി ജനങ്ങൾക്ക് ദൂഷ്യം വരുത്തുന്ന രീതിയിലുള്ള ഈ ടവർ നിർമ്മാണം യാതൊരു വിധത്തിലും അനുവദിക്കില്ല എന്നും സമീപ പ്രദേശങ്ങളിൽ പെഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന അംഗൻവാടിയും അതുപോലെ തന്നെ 2 സ്കൂളും അടുത്ത് തന്നെ ഗവൺമെന്റ് എൽ പി സ്കൂളും സ്ഥിതി ചെയ്യുന്ന ഈ ജനസാന്ദ്രത ഏരിയ ഈ പ്രദേശത്ത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഈ അനധികൃതമായ ഈ ടവർ നിർമ്മാണം യാതൊരു കാരണവശാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് അനുവദിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനാല പഞ്ചായത്തിലെ ചിറ്റൂർ പ്രദേശത്ത് SBI ബാങ്കിന്റെ ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ ടവർ സ്ഥാപിക്കാൻ പോകുന്നു എന്നറിഞ്ഞു. ഞാനവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ സ്കൂളിന് അടുത്തായി പല കൊച്ചു കുട്ടികൾക്ക് റേഡിയേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ള ആ പ്രദേശത്ത് അത്രയും ടവർ നിർമ്മിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റോ ഒന്നും കൊടുത്തിട്ടുമില്ല, അപേക്ഷിച്ചിട്ടുമില്ല എന്നിരിക്കെ ജനങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ടവർ സ്ഥാപിക്കാമെന്നവരെ തടയുകയും ഈ ടവർ അവിടെ സ്ഥാപിക്കുന്ന ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് അവർ ടവർ പണിയാൻ പഞ്ചായത്ത് പെർമിറ്റ് നൽകില്ല എന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് ഒരിക്കലും അവർ ടവർ നിർമ്മിക്കാനുള്ള പെർമിറ്റ് പഞ്ചായത്ത് നൽകില്ല എന്ന അവസരത്തിൽ ഇന്ന് പറയാൻ കഴിയും.
കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആലുവയിലെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPIM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. നല്ല മന്ത്രിയായിട്ടാണ് മന്ത്രിയെ ചാനലുകളും വാർത്താമാധ്യമങ്ങളും അദ്ദേഹത്തിന് അവാർഡിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ റോഡ് അറിയുന്നുണ്ട്, ഈ റോഡ് അറിയുന്നുണ്ട്, കാറ്റ് കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സമ്മതം കൊണ്ട്, അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് എല്ലാവരും പണിയൊക്കെ വേറെ ദിവസം കൊടുക്കണം. മന്ത്രിക്കാണ്. പക്ഷേ ഈ പണിയെടുക്കുന്ന പാവങ്ങളോ വട്ടിപ്പലിശയ്ക്ക് പണം വാങ്ങി ആത്മഹത്യയല്ലാതെ നിവൃത്തിയില്ലാത്ത ഒരു നിലയിലായ സാധാരണക്കാരായ ഈ കരാറുകാരോ അവരുടെ ജീവിതാവശ്യങ്ങളെയോ പ്രശ്നങ്ങളെയോ ചർച്ച ചെയ്യാൻ ഒരു അധികാരമുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട ഒരാൾ ധനമന്ത്രി മാണിസാറാണ്. മാണിസാറിന്റെ ഇക്കാര്യത്തിൽ ഒരു ഓർമ്മ കൊടുത്തു. അദ്ദേഹം നല്ല ധനകാര്യമന്ത്രിയായിരുന്നു, നല്ലൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം ധനകാര്യമന്ത്രിയാണോ ഏത് വകുപ്പാണെന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. നിശ്ചിത പ്രായം കഴിഞ്ഞു പോയി. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ജോർജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TV പോൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി P നാഗരത്നൻ, ബഷീർ കുണ്ടായത്തോട്, CD ഗോപാലകൃഷ്ണൻ, ജിജി മാത്യു, KJ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. കരാറുകാരുടെ കുടിശ്ശിക ബില്ലുകൾ ഉടൻ കൊടുത്തു തീർക്കുക, കരാറുകാരുടെ ബില്ലുകൾക്ക് സെയിൽ ടാക്സിൽ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ പിൻവലിക്കുക, കരാറുകാരുടെ രജിസ്ട്രേഷൻ വർദ്ധിപ്പിച്ച ഡെപ്പോസിറ്റ് തുക തൽക്കാലം നിർത്തിവയ്ക്കുക, CB ക്ലാസ് കരാറുകാരുടെ രജിസ്ട്രേഷൻ സോൾവൻസി പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺട്രാക്ടർമാർ ഉപരോധ സമരം ഏർപ്പെടുത്തിയത്. ആലുവ എടത്തല കുഞ്ചാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന പഠന ക്യാമ്പും രക്ഷിതാക്കളുടെ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച നിരവധി കുട്ടികളും അധ്യാപകരും പൊതുപ്രവർത്തകരും അണിനിരന്ന ലഹരി വിരുദ്ധ റാലി നടത്തി. റാലി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R രഹൻരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി കുഞ്ചാട്ടുകര കവലയിൽ സമാപിച്ചു. എടത്തല പഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായ കുഞ്ചാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ പഠന മികവ്, വ്യക്തിത്വ വികസനം, നേതൃപാടവം, സാമൂഹ്യ പ്രതിബദ്ധത തുടങ്ങിയ വിഷയങ്ങളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചടങ്ങിൽ എടത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹസീന ഹംസ, PTA പ്രസിഡന്റ് KM ഷംസുദ്ദീൻ, പ്രിൻസിപ്പൽ റേച്ചൽ K ജേക്കബ്, JHI മുഹമ്മദ് ഹിലാൽ, മെഡിക്കൽ ഓഫീസർ അനിൽ K ശിവദാസ്, പ്രദീപ് പെരുമ്പടന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുപ്പക്കാർ ഓരോ ദിവസവും മദ്യത്തിനും മരുന്നിനും അടിമയായിട്ടുണ്ടെങ്കിലും ഒരു വഴിവിട്ട ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് കൊച്ചുമക്കൾ ലഹരി വിരുദ്ധ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേൾവി പോലും ഇല്ലാത്ത ദൃശ്യമാധ്യമങ്ങളിലൂടെ ഓരോ ദിവസം പല രീതിയിലുള്ള കൊലപാതക അടക്കമുള്ള ട്രെയിനുകളുടെ നിത്യവും കാണുകയാണ്. 3 ദിവസമായി അവകാശികളെയും കാത്ത അജ്ഞാത മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലുവ സിവിൽ സ്റ്റേഷന് സമീപം പങ്കജം ജംഗ്ഷനിൽ കടവരാന്തയുടെ ഇടനാഴിയിൽ അജ്ഞാത മൃതദേഹം കണ്ടത്. 42 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ 2 ദിവസത്തോളം പഴക്കമുള്ള നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. ഏകദേശം 153 സെന്റിമീറ്റർ ഉയരവും കറുത്ത നിറവും താടി വളർത്തിയിട്ടുമുണ്ട്. മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. ആളെ തിരിച്ചറിയുന്ന വിധത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. അവകാശികൾ എത്തിയില്ലെങ്കിൽ തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ആലുവ ലിറ്റിൽ ഫ്ലവർ ആശാൻ ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. സമ്മേളനത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. SSLCക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ അബ്ദുൽ ഖാദർ, CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ A1 നേടിയ അമൽ കൃഷ്ണ, +2 എല്ലാ വിഷയത്തിനും A+ നേടിയ തഹ്രീം ഫാത്തിമ എന്നിവർക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങൾ ആലുവ നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഫാസിൽ ഹുസൈൻ വിതരണം ചെയ്തു. അസോസിയേഷൻ അംഗങ്ങളായ 20ഓളം വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സമ്മാനങ്ങളും വിതരണം നടത്തി. അസോസിയേഷന് പുറമെ അംഗങ്ങൾ ഓരോരുത്തർക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം നടത്തി. യോഗത്തിൽ അസോസിയേഷൻ രക്ഷാധികാരികളായ ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജെയിംസ് പുറത്തയിൽ, ആലുവ നഗരസഭാ കൗൺസിലർ ലത്തീഫ് പൂഴിത്തറ, പ്രസിഡന്റ് ഐഷ സലീം, ജനറൽ സെക്രട്ടറി KK ശിവദാസൻ, ട്രഷറർ NA ഹമീദ് എന്നിവർ പങ്കെടുത്തു. ഫാക്ടിന് സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള റിലേ ഉപവാസ സമരം തുടരുന്നു. ഫാക്ട് സമരം 220ാം ദിവസത്തിലേക്ക് കടന്നു. ഫാക്ട് ഓഫീസേഴ്സ് സംഘ് ജനറൽ സെക്രട്ടറി മനോജ് ബാബുവാണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്.
ഫാക്ട് ഓഫീസേഴ്സ് സംഘ് വൈസ് പ്രസിഡന്റ് പത്മനാഭൻ, ഫാക്ട് PD വർക്കേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ജോർജ് തോമസ് എന്നിവർ സമരപ്പന്തലിലെത്തി അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ വേണ്ട നടപടി എടുത്തോ എന്നുള്ള സംശയം സാധാരണക്കാരനായ എനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തിലെ ഒരു പ്രജ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നുണ്ട് എടുത്തില്ല എന്നുള്ളതാണ്. അത്രയും താല്പര്യം എടുത്തില്ല. ആരെയോ ഏൽപ്പിച്ചു, ഇന്നാളെ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഇത്രയും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം FACT എന്ന് പറഞ്ഞാൽ നാടിന്റെ നട്ടെല്ല് തന്നെയാണ്. FACT സ്കൂൾ പഠിക്കുന്ന പോലെ നമ്മൾ കേട്ടു തുടങ്ങിയതാണ് FACT. ആ FACT നാടിന്റെ നട്ടെല്ലായ FACTയുടെ കാര്യത്തിൽ ഇത്രയും സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന FACTയുടെ കാര്യത്തിൽ പോലും ഗൗരവപരമായ ഒരു തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പിലാക്കാനോ സാധിക്കാത്ത ഗവൺമെന്റിനെ ചിലപ്പോൾ പരാജയം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. പൊതുജനം നാട്ടുവിശേഷത്തിൽ ഇനി പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വൈറ്റിലയിലുള്ള കെൽട്രോ IT എഡ്യൂക്കേഷൻ സെന്ററിൽ ആരംഭിക്കുന്ന എംബഡഡ്, ബേസിക്, ആൻഡ്രോയിഡ്, റോബോട്ടിക് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ജൂൺ ആദ്യവാരം ക്ലാസ് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കെൽട്രോ IT എഡ്യൂക്കേഷൻ സെന്റർ, കണിയാമ്പുഴ റോഡ്, വൈറ്റില, കൊച്ചി 19 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആന്റി നർക്കോട്ടിക് ആക്ഷൻ സെന്റർ ഓഫ് ഇന്ത്യ വർഷം തോറും നൽകി വരുന്ന ആന്റി നർക്കോട്ടിക് അവാർഡിന് എൻട്രി ക്ഷണിച്ചു. വിവിധ രംഗങ്ങളിലായി 6 അവാർഡുകളാണ് നൽകുന്നത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, പൊതുജനാരോഗ്യം, ജീവകാരുണ്യം, വിദ്യാഭ്യാസം, സാമൂഹിക വികസനം, സ്ത്രീ ശാക്തീകരണം, പൊതുസേവനം, സാംസ്കാരികം എന്നീ രംഗങ്ങളിൽ കുറഞ്ഞത് 5 വർഷ പ്രവർത്തന പരിചയമുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എൻട്രികൾ അയക്കാം. വ്യക്തികൾ എൻട്രിയോടൊപ്പം 2 കളർ ഫോട്ടോകളും അയക്കണം. വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി എൻട്രികൾ ജൂൺ 16 പ്രോഗ്രാം കോർഡിനേറ്റർ, ഷാംഗ്രീല ആർട്ട് ഗ്യാലറി, തൈക്കാട് ഹൗസിന് എതിർവശം, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന കേരള പ്രസ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ്, TV ജേർണലിസം എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുകളുടെ ദൈർഘ്യം 1 വർഷമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ബിരുദ പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. പ്രായം 31/5/2014, 27 വയസ്സ് കവിയരുത്. പട്ടിക വിഭാഗക്കാർക്ക് 5 വർഷത്തെ വയസ്സിളവുണ്ട്. അഭിരുചി പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. കോഴിക്കോട്, എറണാകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. അപേക്ഷ ഫോറവും പ്രോസ്പെക്ട്സും പ്രസ് അക്കാദമിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടിക വിഭാഗം 150 രൂപ. അപേക്ഷ നൽകുമ്പോൾ സെക്രട്ടറി, കേരള പ്രസ് അക്കാദമി എന്ന പേരിൽ എറണാകുളം സർവീസ് ബ്രാഞ്ചിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകണം. ചെക്ക് സ്വീകരിക്കുന്നതല്ല. പൂരിപ്പിച്ച അപേക്ഷ 24 വൈകുന്നേരം 5 അക്കാദമി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ 0484-242275 അല്ലെങ്കിൽ 24222068. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0484-242275 അല്ലെങ്കിൽ 24222068. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ മറൈൻ ക്യാമ്പസിലുള്ള മറൈൻ ബയോളജി, മൈക്രോബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി വകുപ്പിൽ ഒഴിവുള്ള ഒരു ലെക്ചർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അപേക്ഷ ക്ഷണിച്ചു. ബയോ കെമിസ്ട്രിയിലാണ് ഒഴിവ്. UGC പ്രകാരമുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. MTech, MPhil അല്ലെങ്കിൽ MSc പ്ലസ് നെറ്റ് യോഗ്യതയുള്ളവർക്ക് പ്രതിമാസം 26,000 രൂപയും PhD യോഗ്യതയുള്ളവർക്ക് 27,500 രൂപയും ലഭിക്കും. ജനറൽ വിഭാഗത്തിന് 525 രൂപയും SC/ST വിഭാഗത്തിന് 105 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയും വിശദ വിവരങ്ങളും www.faculty.cusat.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 21. അപേക്ഷയുടെ ഹാർഡ് കോപ്പി ജൂൺ 27 മുമ്പായി രജിസ്ട്രാർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി 22 എന്ന വിലാസത്തിൽ അയക്കുക. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ആലുവ അശോകപുരം കാർമൽ ജംഗ്ഷനിൽ 6 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. അമിത വേഗതയിലെത്തിയ മിനി ലോറിയാണ് അപകടത്തിന് തുടക്കമിട്ടത്. ചേരാനെല്ലൂർ തട്ടാമ്പടിയിൽ ദേശീയപാതയ്ക്ക് കിഴക്കുവശത്തായി തണ്ണീർത്തടം നികത്തിയെടുക്കാൻ ഭൂമാഫിയയുടെ ശ്രമം. ചിറ്റൂരിൽ അനധികൃത മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. പഞ്ചായത്തിന്റെയോ മറ്റ് അധികാര സ്ഥാപനങ്ങളുടെയോ അനുമതിയില്ലാതെയാണ് ടവർ നിർമ്മാണം നടക്കുന്നതെന്ന് നാട്ടുകാർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഗവൺമെന്റ് കോൺട്രാക്ടർമാർ ആലുവയിലെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. ഇതോടെ ഇന്നത്തെ നാട്ടുവിശേഷം ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.